സ്നേക്ക് റെസ്ക്യൂർ രാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങൽ KSRTC ഡിപ്പോയിലെ ഓഫീസ് സ്റ്റോർ റൂമിനകത്ത് ദമ്പതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 മൂർഖൻ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണിത്. പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് പാമ്പുകൾ സാധാരണ ഇണചേരാറുള്ളത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് മാസങ്ങളിൽ വ്യത്യാസം വരാം. ആയതിനാൽ ഈ കാലയളവിൽ പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാക്കുകെട്ടുകൾ ഇവിടെ റൂമിൽ അടുക്കി വെച്ചിട്ട് ഏകദേശം 1-2 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ചാക്കുകെട്ടുകൾ മാറ്റണ കൂട്ടത്തിൽ 3 ചട്ട കിട്ടി. അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല വലിയ മൂർഖൻ്റെ ചട്ടയാണെന്ന് മനസ്സിലായി. മാത്രവുമല്ല ആ പാമ്പിൻ്റെ വാസസ്ഥലവും അത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. ഒരു 2 ലോഡിനുള്ള സാധനം അവിടെ ഉണ്ടായിരുന്നു. അതത്രയും മാറ്റി ഊപ്പാട് വന്നു. ഈ ചാക്കുകെട്ടുകൾ അനക്കണ കൂട്ടത്തിൽ ഈ സ്റ്റാൻഡിനടിയിൽ കൂടി പാമ്പ് ഇഴഞ്ഞ് മറ്റ് ചാക്കുകെട്ടുകളുടെ ഇടയിലേക്ക് പോകാതിരിക്കാൻ സ്റ്റാൻഡിനടിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെ ഒരാളെ നോക്കാനായിട്ട് നിർത്തി. ഇന്ത്യൻ സ്പെക്ടാക്കിൾഡ് കോബ്ര എന്ന് വിശേഷിപ്പിക്കുന്ന മൂർഖൻ്റെ അടിഭാഗത്തെ വെർട്ടിക്കൽ സ്കെയിൽസ് അടങ്ങിയ വാലിനോട് ചേർന്നുള്ള ഈ ചട്ട ഇത്രയും വീതിയുണ്ടെങ്കിൽ ആ പാമ്പിൻ്റെ സൈസ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ക്യാമറാമാൻ റെഡിയായി റാക്കിന് മുകളിൽ സ്ഥാനമുറപ്പിച്ച്. അങ്ങനെ KSRTC ഡിപ്പോയിലെ ഫയൽസ് എല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വന്ന അതിഥിയെ കണ്ടുപിടിച്ചു. മറ്റ് സർക്കാർ ഓഫീസ് ജീവനക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇതുപോലെ ഫയൽസും മറ്റും കൂമ്പാരം കൂട്ടിയിടുമ്പോൾ അവിടെ എലികൾ ചേക്കേറുവാൻ ചാൻസ് കൂടുതലാണ്. ഒപ്പം എലികളെ പിടിക്കുവാൻ പുറകെ പാമ്പും ഉണ്ടാവും എന്നുള്ള ഒരു മുൻധാരണ, ഒരു മുൻകരുതൽ എല്ലാവരും എടുക്കേണ്ടതാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. എടുത്തോ പൊന്നു 2 എണ്ണം. നോക്കാം. പോട്ട്. പുറത്തുനിന്ന് ജനലിലൂടെ അകത്തേക്ക് കയറിയത് ഒരാളായിരുന്നുവെങ്കിൽ നമ്മൾ കണ്ടെത്തിയത് 2 അതിഥികളെയായിരുന്നു. എൻ്റെ അടുത്തോട്ട് പറഞ്ഞേ. പിടികൂടാൻ വലിയ പ്രയാസമില്ലായിരുന്നെങ്കിൽ ഇവനെ ബാഗിലാക്കാൻ ഒത്തിരി പാടുപെട്ടു. കേരള എന്ന വാശിയെടുത്ത് നിന്നെങ്കിലും പുള്ളിക്കാരൻ നടുവിൽ ബാഗിലേക്ക് കയറേണ്ടി വന്നു. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണല്ലേ? അതും അത്ര പോഷകാരനല്ല കേട്ടോ, അതൊത്തിരി വലുത് തന്നെ. തൂങ്ങിയിരിക്കുക
ആ ചാക്കിൻ്റെ അവിടെ കിടന്ന് വെളിയിലോട്ട് വരെയാണ്. നോക്കി നോക്കിന്നോ. വാ, അവന് മോശമല്ല മോശമല്ല മോശമല്ല. ഇവനാണ് ബലത്തെന്ന് തോന്നുന്നു കേട്ടോ. ആ പത്തിയണ്ട ഇവനാണോ ആണോ സ്റ്റെപ്പാണ്ട ഇവനാണ ഇത് തോന്നുന്നു. ആ സന്തോഷമായി. ഡേഞ്ചറാ. ചീറ്റുണ്ട. ആ സൈഡിൽ ഭയങ്കരം കേട്ടാ. ഒരു രക്ഷയില്ല അവനെ കൊണ്ടുപോയി. നല്ല സാധനമല്ലേ? ഒരു മൂന്ന് എടുത്തോട്ടെ. ഞാൻ തന്നെ പറഞ്ഞു ഒഴിക്കല്ലേ വീഡിയോ അയച്ചു കൊടുക്കണം. അപ്പോഴറിയണം. വീഡിയോ അയച്ചു കൊടുക്കാതെ അങ്ങനെ ആറ്റിങ്ങൽ KSRTC ഡിപ്പോയിൽ വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന ഈ ചാക്കുകെട്ടുകൾ നശിപ്പിച്ചില്ല എങ്കിൽ ദമ്പതികളായ ഞങ്ങൾ
കുട്ടിയും കുറുമാലുമായി ഇവിടെ കുടുംബമുണ്ടാക്കുമെന്ന് താക്കീതും കൊടുത്തിട്ട് അവരോട് ടാറ്റയും പറഞ്ഞ് രണ്ടാളും എന്നോടൊപ്പം പാലോട് റേഞ്ച് ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.